ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നൈറ്റ് ക്രീമാണ്. കോഫി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ നൈറ്റ് ക്രീം തയ്യാറാക്കിയെടുക്കുന്നത്. ഡോക്ടർ ദിവ്യ നായർ പറഞ്ഞ ഒരു നൈറ്റ് ക്രീമാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ അതിന് മെയിനായിട്ട് നമുക്ക് വേണ്ടത് കോഫി തന്നെയാണ്. പിന്നെ ഒരു പ്രത്യേകം കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ കോഫി ക്രീം നൈറ്റ് ക്രീമാണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊരിക്കലും നിങ്ങൾ പകലിൽ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കുക. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കോഫി പൗഡറാണ്. കോഫി പൗഡറിലേക്ക് 1/2 കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഇളം ചൂടുള്ള വെള്ളമാണെങ്കിൽ അതാണ് നല്ലത്. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നിങ്ങളുടെ അടുത്തുള്ള കാപ്പിപ്പൊടിയിൽ കുറച്ച് തരിതരിപ്പ് കൂടുതലുള്ളതാണെങ്കിൽ ഇത് മിക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് അരിപ്പയിൽ കൂടെ ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി ആയതുകൊണ്ട് തന്നെ ഇതിൽ അരിച്ചാൽ തന്നെ ഒന്നും ഉണ്ടാവില്ല, നല്ല ഫ്രഷ് ആയിട്ടുള്ള കോഫി ആയിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മൾ ഒട്ടും തന്നെ കട്ടയില്ലാണ്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇല്ലയെന്നാണെങ്കിൽ അവിടെ റെഡിയായിട്ട് ഈ കോൺഫ്ലോർ കട്ട കെട്ടിക്കെടുക്കും. കോൺഫ്ലോർ എന്ന് പറഞ്ഞാൽ ചോളത്തിൻ്റെ പൊടിയാണ്. അതെല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓയിലി സ്കിന്നുള്ളവർക്ക് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. നോർമൽ സ്കിന്നുള്ളവർക്കെല്ലാം സാധാ യൂസ് ചെയ്യുന്നത് പോലെ ചെയ്യാം. അപ്പോൾ ഇത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ പാത്രത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, നിങ്ങൾ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന പാത്രം ഉപയോഗിക്കരുത്. കാരണം അതിലുള്ള ഓയിൽ കണ്ടൻ്റ് എല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം നല്ലോണം സോപ്പ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കി തുടച്ച പാത്രത്തിൽ മാത്രമേ ഈ ഒരു ക്രീം തയ്യാറാക്കി എടുക്കാൻ പാടുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളിത് അടുപ്പത്ത് വെക്കുന്ന സമയത്ത് ഫ്ലെയിം വളരെ ചെറിയ തീയിൽ വേണം നിങ്ങളിത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും, കോഫി കരിഞ്ഞു പോവും. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് ഒട്ടും തന്നെ കൈവിടാണ്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ആ ഒരു സമയത്ത് പാനിൽ നിന്ന് ഇങ്ങനെ അടർന്ന് വരുന്നതായിട്ട് ഒരു തോന്നും, അതായത് കട്ടി കൂടി അടർന്ന് വരുന്ന പോലെ തോന്നും. ആ സമയത്ത് നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ആ പാത്രത്തിൻ്റെ ചൂടിൽ നിന്ന് മാത്രമാണ് പിന്നെ നമ്മൾ ഇത് തയ്യാറാക്കി എടുക്കാൻ പാടുള്ളൂ. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അധിക നേരം നമ്മൾ തീയിലിട്ടാൽ ഇത് കൂടുതലായിട്ട് കട്ടിയായിപ്പോവും. അപ്പോൾ ഒരു ക്രീമി കൺസിസ്റ്റൻസി നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് ഒരു കൺസിസ്റ്റൻസി ആകുന്ന സമയത്ത് തന്നെ നമ്മളിത് ഓഫ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം പിന്നെ ആ പാത്രത്തിൻ്റെ ചൂടിൽ നിന്ന് ഈ ഒരു കൺസിസ്റ്റൻസി ആയി കിട്ടും. അപ്പോൾ ഇങ്ങനെ ആയി കിട്ടിയതിന് ശേഷം നമ്മളിത് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ. അതിന് മുന്നേ തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ആ പാത്രത്തിൽ തന്നെ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് ലെവലായിട്ട് കിട്ടും. അപ്പോൾ ഇതൊന്ന് തണിഞ്ഞതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ആഡ് ചെയ്യാം. ഇതേപോലെ തന്നെ ഈ കോൺഫ്ലോറും ഈ കോഫി മിക്സും ഇതേപോലെ തന്നെ ഒരു എയർ ടൈറ്റുള്ള ഗ്ലാസ് കണ്ടെയ്നറിൽ അടച്ച് വെച്ച് സൂക്ഷിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നിങ്ങൾ ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് ഒരു 2 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ 2 ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 2 ചെറുതായതുകൊണ്ടാണ്. നിങ്ങളുടെ അടുത്ത് വലിയ ക്യാപ്സ്യൂൾ ഉള്ളതാണെങ്കിൽ ഒറ്റൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഓയിലി സ്കിന്നുള്ളവർ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇതിൻ്റെ ഒരു ഷെൽഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു 7-8 ദിവസം മാത്രമാണ് ഇത് നിൽക്കും. അപ്പോൾ കഴിയുന്നത് നിങ്ങളിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊരു ദിവസം ഉണ്ടാക്കി വെച്ചാൽ ഒരു 10 ദിവസത്തോളം നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. കണ്ടോ, ഈ ഒരു ലെവലിലാണ് നമുക്ക് വേണ്ടത്. അതിനുശേഷം നമുക്കിതൊരു ഗ്ലാസ് കണ്ടെയ്നറിൽ സൂക്ഷിക്കുക. ഇത് ഞാൻ പറഞ്ഞല്ലോ ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്, പുറത്ത് വെക്കുന്നതിനേക്കാളും. ഇത് രാത്രി ദിവസവും നിങ്ങൾ തേക്കാന്നാണെങ്കിൽ നല്ലൊരു റിസൾട്ടായിരിക്കും. പിന്നെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോഫീൻ്റെ ഫേസ് പാക്ക് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ക്രീം ആയിക്കോട്ടെ, കോഫീൻ്റെ എന്ത് സാധനം നിങ്ങൾ ഫേസിൽ യൂസ് ചെയ്യുന്നേരം ഒരിക്കലും നിങ്ങൾ വെയിൽ കൊള്ളാൻ വേണ്ടി പാടില്ല. അപ്പോൾ വെയിലത്ത് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇത് എപ്പോഴും ഈവനിങ് ഓർ നൈറ്റ് മാത്രമേ യൂസ് ചെയ്യാവൂ. ഇത് പ്രത്യേകം പറയുന്നത് ഇതൊരു നൈറ്റ് ക്രീമാണ്, രാവിലെ തേച്ചിട്ട് പോകാൻ പാടില്ല. അതേപോലെ നിങ്ങൾ കോഫീൻ്റെ എന്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ വെയിൽ കൊള്ളാൻ പാടില്ല കേട്ടോ. അപ്പോൾ വെയിൽ കൊള്ളാൻ പാടില്ല എന്നാണ്, ഇത് തേച്ചിട്ട് നിങ്ങൾ വെയിലത്തേക്ക് പോകാൻ പാടില്ല. അപ്പോൾ അങ്ങനെ അല്ലാത്തപ്പോൾ മാത്രം ഇത് യൂസ് ചെയ്യുക. ഇപ്പോൾ പറഞ്ഞതെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ വന്ന് ചോദിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.